സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഴിവേലി ബാബുജി എഴുതിയ വൈറ്റ് ഹിൽ. അടുത്ത നിമിഷം ഇരുഭാഗത്ത് നിന്നും വന്ന പോലീസ് ജീപ്പുകൾ ഒരു നിശ്ചിത അകലത്തിൽ ബ്രേക്കിട്ട് നിന്നു. അവയുടെ വെളിച്ചം നട്ടുച്ച പോലെ അവരെ പൊതിഞ്ഞു. "അവനെ കളഞ്ഞിട്ട് കേറടാ!" ജീപ്പിനുള്ളിൽ നിന്ന് നേരത്തെ കേട്ട ശബ്ദം. സിദ്ധാർത്ഥന് കൊത്തുകൊണ്ടത് എവിടെയെന്ന് ശ്രദ്ധിക്കാതെ അയാൾ ആയുധം വലിച്ചൂരി. "ഹാ!" അമർത്തിയ നിലവിളിയോടെ സിദ്ധാർത്ഥൻ അയാളെ കയറി പിടിച്ചു. ബാക്കിയുള്ളവർ ക്ഷണത്തിൽ ജീപ്പിലേക്ക് കുതിച്ചു കയറിക്കഴിഞ്ഞിരുന്നു. സിദ്ധാർത്ഥനും അവനെ കുത്തിയവനും തമ്മിൽ റോഡിൽ വെച്ച് മൽപ്പിടുത്തമായി. അയാളുടെ കയ്യിൽ നിന്ന് ആയുധം വഴുതി തറയിൽ വീണു. അയാൾ ക്രോധത്തോടെ സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ കൈ ചുരുട്ടിയിടിച്ചു. അവൻ പിന്നിലോട്ട് വേച്ചു. ഇടിയുടെ ആഘാതത്തിൽ അവന്റെ കണ്ണു പുറത്തേക്ക് തള്ളപ്പെട്ടതുപോലെ അവന് തോന്നി. അപ്പോഴേക്കും ആ സംഘം വന്ന ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി. അയാൾ ഒരു കുതിപ്പിൽ പിന്നിൽ തൂങ്ങി. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന പോലീസ് ജീപ്പ് റോഡിന് നടുവിൽ നിൽക്കുകയാണ്. SI നിക്സൺ പോളും സംഘവും റോഡിലേക്ക് കുതിച്ചിറങ്ങി ജീപ്പ് തടയാൻ ഭാവിച്ചു. പക്ഷേ കൊലയാളികൾ അവർക്ക് നേരെ തന്നെ വാഹനം പായിച്ചു. പോലീസുകാർ ഇരുവശത്തേക്കും ചാടി മാറി. ഒരു നിമിഷം ആ ജീപ്പ് പോലീസ് വാഹനത്തിന്റെ ബമ്പറിൽ ശക്തിയിൽ വന്നിടിച്ചു. പോലീസ് ഡ്രൈവർ പുറത്തേക്ക് തെറിച്ച് വീണുരുണ്ടു. ഒരു ബുൾഡോസർ പോലെ ആ ജീപ്പ് പോലീസ് വാഹനത്തെ പിന്നോട്ട് നിരക്കിത്തള്ളി. പോലീസ് ജീപ്പിന്റെ പിൻഭാഗം കായലിലേക്ക് നീണ്ടു. പിൻചക്രങ്ങൾ കായലിലേക്ക് ഉരുണ്ടു ചാടി. അടുത്ത നിമിഷം ചത്തുമലച്ച ഒരു തവളയെപ്പോലെ അത് കായലിലേക്ക് മലച്ചു. വെള്ളം ചിതറിയുയർന്നു. പിന്നെ ജലപ്പരപ്പിന് മീതെ ചുഴികൾ ഉണ്ടാക്കിക്കൊണ്ടത് അടിത്തട്ടിലേക്ക് താണു. "സ്റ്റോപ്പ്!" നിക്സൺ പോൾ റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് അലറി. വെള്ളത്തിനടിയിൽ വെളിച്ചത്തിന്റെ രണ്ട് നേർരേഖകൾ അമർന്നമർന്നു പോയി. പൊടുന്നനെ കൊലയാളികളുടെ ജീപ്പ് ചാട്ടുള്ളിയുടെ വേഗത്തിൽ നിക്സൺ പോളിന് നേരെ പിന്നോട്ട് വന്നു. തുടർന്ന് കോട്ടയം ഭാഗത്തേക്ക് കുതിച്ചു. "വിടരുതവരെ!" മുഹമ്മ ഭാഗത്തു നിന്നു വന്ന പോലീസുകാരോട് നിക്സൺ പോൾ ഗർജിച്ചു. പോലീസിന്റെ ആ സുമോ വാൻ എടുത്തു ചാടും പോലെ മുന്നോട്ട് പാഞ്ഞു, കൊലയാളികൾക്ക് പിന്നാലെ. ഇതിനിടെ സിദ്ധാർത്ഥൻ വല്ലവിധേനയും ബൈക്ക് ഉയർത്തി റോഡ് സൈഡിലേക്ക് മാറി അതിൽ കയറിയിരുന്നു. ഇടയിൽ അവനെ ആരും ശ്രദ്ധിച്ചില്ല. ബണ്ടിന്റെ അങ്ങേയറ്റത്തേക്ക് വളവിൽ വാഹനങ്ങളുടെ വെളിച്ചം മറഞ്ഞു പോകുന്നത് നിക്സൺ പോൾ നോക്കി നിന്നു. പോലീസ് ഡ്രൈവറുടെ നെഞ്ചിടിപ്പ് അപ്പോഴും മാറിയിരുന്നില്ല. "തെറിച്ച് വീണില്ലായിരുന്നെങ്കിൽ ഞാനും ജീപ്പിന്റെ കൂടെ വെള്ളത്തിൽ പോയേനെ." അയാൾ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞു. "എനിക്കാണെങ്കിൽ നീന്തലും വശമില്ല." നിക്സൺ പോൾ റോഡ് സൈഡിലേക്ക് മാറി നിന്ന് ജീപ്പ് വീണ ഭാഗത്തേക്ക് നോക്കി. അടിത്തട്ടിൽ ഒരു നേർത്ത വെളിച്ചം അപ്പോഴും കണ്ടു. അയാൾ സെൽഫോൺ എടുത്ത് DYSP യാസിർ മുഹമ്മദിനെ വിവരം ധരിപ്പിച്ചു. "ഞാൻ ഉടനെ തിരിക്കുകയാണ് നിക്സ." "പിന്നെ ആ സിദ്ധാർത്ഥനില്ലേ, അവൻ ഇനിയും കയ്യിൽ നിന്ന് വഴുതി പോകരുത്." "സാർ." അടുത്ത നിമിഷം സിദ്ധാർത്ഥൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. നിക്സൺ പോൾ വെട്ടിത്തെറിഞ്ഞു. "സ്റ്റോപ്പ്!" അയാൾ അലറിക്കൊണ്ട് റിവോൾവർ വലിച്ചെടുത്തു. പിന്നെ മുന്നോട്ട് കുതിച്ചു. പിന്നാലെ പോലീസുകാരും. പക്ഷേ സിദ്ധാർത്ഥൻ അത് ശ്രദ്ധിച്ചില്ല. വല്ലാത്തൊരു ശബ്ദത്തോടെ ബൈക്കിന്റെ ഗിയർ വീണു. വെടിയുണ്ട പോലെ ചേർത്തല ഭാഗത്തേക്ക് അത് പാഞ്ഞു. ക്ഷണത്തിൽ കണ്ണിൽ നിന്ന് മറഞ്ഞു. "ഷിറ്റ്!" നിക്സൺ പോൾ അണപ്പല്ല് കടിച്ചമർത്തി. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിൽ ഒരു തിളക്കം. നിക്സൺ പോളിന്റെ കണ്ണിൽ ഒരു മിന്നലുണ്ടായി. റോഡിൽ ചോരത്തുള്ളികൾ. പിന്നെ ചോര പുരണ്ട ഒരായുധം. നിക്സൺ പോൾ അതിനരികിൽ കുത്തിയിരുന്ന് ശ്രദ്ധിച്ചു. 1.5 അടി നീളമുള്ള ഒരു പിരിയൻ വാൾ. പക്ഷേ അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഇത് വാളല്ലല്ലോ. മാത്രമല്ല ഇതിന് വായ്ത്തലയുമില്ല. ഒരു ഉരുണ്ടു പിരിഞ്ഞ ആയുധം. കൊമ്പ് പോലെയുള്ള അഗ്രം. ഉറുമയുടെ പിടി പോലെ പിത്തള കിട്ടിയ പിടി. പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് പിടിയിലിട്ടിട്ട് നിക്സൺ പോൾ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. അതിന് നല്ല ഭാരമുണ്ട്. അതൊരു മാൻകൊമ്പ് പോലെ തോന്നിച്ചു. ജീവിതത്തിൽ ആദ്യമായി താൻ ഇത്തരം ഒരായുധം കാണുകയാണ്. അയാൾ തീർച്ചയാക്കി. "സിദ്ധാർത്ഥൻ, അവന് കുത്തുകൊണ്ടിട്ടുണ്ട്." അയാൾ പിറുപിറുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ DYSP യാസിർ അഹമ്മദും കൊലയാളികൾക്ക് പിന്നാലെ പോയ സുമോ വാനും എത്തി. "അവന്മാർ രക്ഷപ്പെട്ടു അല്ലേ?" നോക്കി. അവർക്ക് ഉത്തരമില്ലായിരുന്നു. "പക്ഷേ സിദ്ധാർത്ഥനെ നമുക്ക് കിട്ടിയേ പറ്റൂ." അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അടുത്ത സ്റ്റേഷനുകളിലെല്ലാം വയർലെസ് മെസ്സേജ് നൽകാൻ നിർദ്ദേശിച്ചു. ആമഷാജിയുടെ ശവശരീരം FIR പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പ്രദേശമാകെ ജനങ്ങളായിരുന്നു.
രാത്രിയായിരുന്നിട്ട് കൂടി വിവരം കേട്ടറിഞ്ഞ പ്രദേശവാസികൾ അവിടെ തിങ്ങിക്കൂടി. ചാനലുകാരും. SI സോളാർ ശങ്കർ കൊലപാതകത്തിന്റെ ഐ വിറ്റ്നസ്സായ അജിത്തിനോട് പറഞ്ഞു, നീ നാളെ രാവിലെ സ്റ്റേഷനിലെത്തണം. ഞങ്ങൾക്ക് വിശദമായി നിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം. ഞാൻ വരാം സർ, അവൻ ഭവ്യതയോടെ അറിയിച്ചു. മടങ്ങുമ്പോൾ സോളാർ ശങ്കർ കമലത്തിന്റെയും പെൺമക്കളുടെയും അടുത്തെത്തി. ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കെങ്കിലും രക്ഷപ്പെടാൻ. പക്ഷേ സിദ്ധാർത്ഥൻ, ഒരുപാട് ദുരൂഹതകളുടെ ഉത്തരമാണവൻ. എവിടേക്ക് രക്ഷപ്പെട്ടാലും അവന് പൊക്കിയിരിക്കും ഞാൻ, ഓർത്തോ. കമലമോ മക്കളോ അതിന് മറുപടി പറഞ്ഞില്ല. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് ശങ്കറും സംഘവും മൃതദേഹവുമായി മടങ്ങി. കമലം 16 റൂമിലെ സെറ്റിയിൽ തളർന്നു കിടന്നു. വിസ്മയയും വസുമതിയും എത്തിയിരുന്നു അവിടെ. ആന്റി. വിസ്മയ അവർക്കരികിലിരുന്നു. ആ കരം ഗ്രഹിച്ചു. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ല മോളെ. സിദ്ധു, അവൻ എന്തിനാ ഒളിച്ചു പോയത്? അതാണ് വിസ്മയയ്ക്കും അറിയാത്തത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ സിദ്ധു എന്തിനു പോകണം? അങ്ങനെ ചിന്തിച്ചപ്പോൾ അവൾക്ക് ഉൾക്കിടലമുണ്ടായി. ഇനി ആമഷാജിയുടെ മരണത്തിൽ സിദ്ധുവിന് എന്തെങ്കിലും പങ്ക്? ആ രാത്രിയിൽ ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. ഇടയ്ക്കിടെ ഉയരുന്ന ദീർഘനിശ്വാസങ്ങൾ. കമലത്തിന്റെ തേങ്ങൽ അതുമാത്രം നിശബ്ദതയെ ഭഞ്ജിച്ചു. നേരം പുലരുന്നത് വരെ പോലീസ് സിദ്ധാർത്ഥനെ തിരഞ്ഞു. കണ്ടില്ല. ചേർത്തല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സിദ്ധാർത്ഥന്റെ ബൈക്കും ചോര പുരണ്ട കുറച്ച് തുണിയും മാത്രം കിട്ടി. ഒന്നുകിൽ സിദ്ധാർത്ഥൻ ഏതെങ്കിലും ബസ്സിൽ കയറി രക്ഷപ്പെട്ടിരിക്കാം. അതല്ലെങ്കിൽ മുറിവ് പറ്റിയ അവൻ ഹോസ്പിറ്റലിൽ അഭയം തേടിയിരിക്കാം. പിന്നെ ആ വഴിക്കായി പോലീസിന്റെ അന്വേഷണം. 11 മണി. മുഹമ്മ പോലീസ് സ്റ്റേഷൻ. SI സോളാർ ശങ്കറുടെ ക്യാബിനിൽ നിന്ന് ശബ്ദം കേട്ടു. കോൺസ്റ്റബിൾ പ്രഭാകരൻ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് പോയി. പിന്നെ വേഗത്തിൽ കുമാരന്റെ അടുത്തെത്തി. തന്നെ സാറ് വിളിക്കുന്നു. ഹെഡ് കോൺസ്റ്റബിൾ കുമാരന്റെ നെറ്റി ചുളിഞ്ഞു. സംശയത്തോടെ അയാൾ സോളാർ ശങ്കറിന്റെ ക്യാബിനിലെത്തി. സർ. കുമാരൻ അറ്റൻഷനായി. ആഹാ കുമാര, നമുക്ക് കോട്ടയം SP ഓഫീസ് വരെ പോകണം. സർ. എന്തിനെന്ന് കുമാരൻ ചോദിച്ചില്ല. 5 മിനിറ്റിനുള്ളിൽ അവർ അവിടെ നിന്നിറങ്ങി. SI തന്നെയാണ് ജീപ്പ് ഡ്രൈവ് ചെയ്തത്. പിന്നിലിരുന്ന കുമാരൻ ഇടയ്ക്കിടെ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സോളാർ ശങ്കർ കൂടുതലും ഒന്നും പറഞ്ഞില്ല. കോട്ടയം SP ഓഫീസ്. അവർ ചെല്ലുമ്പോൾ 4-5 പോലീസ് വാഹനങ്ങൾ മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറി. SP-യുടെ ക്യാബിന് പുറത്ത് DYSP യാസിർ അഹമ്മദും മുഹമ്മ സ്റ്റേഷൻ SI നിക്സൺ പോളും ഉണ്ട്. 5 മിനിറ്റിനുള്ളിൽ അവർ അകത്തേക്ക് വിളിക്കപ്പെട്ടു. എല്ലാവരും അകത്തെത്തി. പിന്നെ SP-ക്ക് മുന്നിൽ അറ്റൻഷനായി. സിറ്റ് ഡൗൺ. തമ്പുരാൻ IPS-ന്റെ ഘനഗംഭീരമായ ശബ്ദം. ഏറിയാൽ 40 വയസ്സ് വരും തമ്പുരാന്. സുമുഖൻ, വലിയ കണ്ണുകൾ, കുറ്റിത്തലമുടിയും പറ്റെ വെട്ടിയ മീശയും. അയാൾക്ക് മുന്നിലെ കസേരകളിൽ അവർ ഇരുന്നു. തമ്പുരാന്റെ കണ്ണുകൾ ഓരോ മുഖത്തും മാറി മാറി പതിഞ്ഞു. അവസാനം അത് കുമാരനിൽ തറഞ്ഞു. കുമാരനല്ലേ? സർ. അയാൾ എഴുന്നേറ്റു. ഇരുന്നോളൂ കുമാരൻ. എനിക്ക് നിങ്ങളിൽ നിന്ന് ചിലത് നേരിട്ടറിയണം. സർ. തമ്പുരാൻ പേപ്പർ വെയിറ്റ് എടുത്ത് വെറുതെ കയ്യിൽ വെച്ച് തിരിച്ചു. കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനെയും അയാളുടെ മകനെയും നിങ്ങൾക്ക് എത്ര കാലമായി അറിയാം? ഐ മീൻ അവരുടെ കുടുംബ പശ്ചാത്തലം വരെ. 10-25 വർഷമായിട്ട് അറിയാം സാർ. ഇക്കാലത്തിനിടയിൽ എടുത്തു പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും കാര്യം? എന്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സർ. ഷുവർ? യെസ് സർ. തമ്പുരാൻ പേപ്പർ വെയിറ്റ് മേശപ്പുറത്ത് വെച്ചു. ഈ ചന്ദ്രശേഖരന് തമിഴ്നാട്ടിൽ എന്തായിരുന്നു ജോലി? എവിടെയായിരുന്നു? അതൊന്നും എനിക്കറിയില്ല സർ. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥൻ എങ്ങനെയാ? അവന് എന്തെങ്കിലും അണ്ടർവേൾഡ് കണക്ഷൻസ്? അങ്ങനെയൊന്നും ഉള്ള ആളല്ല സർ അവൻ. വെറും ഒരു പാവം. കുമാരന് രണ്ടാമത് ചിന്തിക്കാനില്ലായിരുന്നു. തമ്പുരാൻ അമർത്തി മൂളി. ഓക്കെ. കുമാരന് പിന്നീട് മാറ്റിപ്പറയാൻ കഴിയാതെ വന്നേക്കും. അക്ഷരങ്ങൾക്കിടയിലെ മുന്നറിയിപ്പ് കുമാരൻ തിരിച്ചറിഞ്ഞു. സർ. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. നെറ്റിയിലെ ചന്ദനവും കുങ്കുമവും ചേർന്ന കുറി ഒന്ന് ചേർന്ന് കുഴഞ്ഞു. പിന്നെ പുരുകങ്ങൾക്കിടയിലൂടെ താഴേക്ക് ഒളിച്ചു വന്നു. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ? അതെ സർ. മുരുകനാണ് എന്റെ ഇഷ്ടദൈവം. വിശ്വാസം രക്ഷിക്കട്ടെ. തമ്പുരാൻ ചിരിച്ചുകൊണ്ട് പേപ്പർ വെയിറ്റ് വിരലുകൾക്കിടയിൽ മെല്ലെ തിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുമാര, ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്തെന്ന നിലയിൽ മറ്റാരോടും പറയാത്ത ഒരു രഹസ്യമെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ?
ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യം? അങ്ങനെയൊന്നുമില്ല സർ. പക്ഷേ പൊടുന്നനെ തമ്പുരാന്റെ വിരലുകൾ നിശ്ചലമായി. ആ പക്ഷിക്ക് ഒരുപാട് വിലയുള്ള സമയമാണിത് കുമാര. ടെൽമി. ഞാൻ മുരുക ഭക്തനായതുകൊണ്ട് ഒരിക്കൽ ചന്ദ്രശേഖരൻ എനിക്കൊരു മാർബിൾ പ്രതിമ തന്നിട്ടുണ്ട്. മുരുകന്റെ പ്രതിമ. അന്നു മുതൽ ഞാൻ അതിനു മുന്നിലാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. തമ്പുരാന്റെ കണ്ണുകളിൽ ഒരു വെളിച്ചമിനി. മാർബിൾ പ്രതിമ. അയാൾ തിരിഞ്ഞ് യാസർ അഹമ്മദിനെ നോക്കി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കാറിൽ നിന്ന് കിട്ടിയില്ലേ അത്തരത്തിലൊന്ന്? കിട്ടി സാർ. എന്നിട്ട് അതവിടെ? സിദ്ധാർത്ഥന് കൊടുത്തു. എങ്കിൽ അത് ഉടനെ വീണ്ടെടുക്കണം. തമ്പുരാൻ തിരിഞ്ഞു കുമാരനെ നോക്കി. തന്റെ കയ്യിൽ ഇരിക്കുന്ന പ്രതിമയും എനിക്ക് വേണം സർ. SP എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും വ്യക്തമായില്ല. തമ്പുരാൻ യാസർ അഹമ്മദിന് നേരെ തിരിഞ്ഞു. എന്തൊക്കെയാടോ അവിടെ ഈ നടക്കുന്നത്? 3 കൊലപാതകങ്ങൾ. TV ഓൺ ചെയ്താലും പത്രം എടുത്താലും അത് മാത്രം. മുകളിൽ നിന്നുള്ള വിളി കാരണം ഞാൻ സെൽഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുക സാർ. പൊടുന്നനെ SI സോളാർ ശങ്കർ ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു. സാർ പറഞ്ഞ പ്രകാരം ആമഷാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി. തമ്പുരാൻ IPS അതെടുത്തു തുറന്നു. താളുകൾ മറിച്ചു. റിപ്പോർട്ടിലൂടെ കണ്ണുകൾ ജഡിതിയിൽ നീങ്ങി. പെട്ടെന്ന് അയാൾ മേശവലിപ്പിൽ നിന്നും ചന്ദ്രശേഖരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എടുത്തു. പിന്നെ പറഞ്ഞു, ചന്ദ്രശേഖറും ആമഷാജിയും കൊല്ലപ്പെട്ടത് ഏതാണ്ട് ഒരേ ആയുധം കൊണ്ടാണെന്ന് സംശയിക്കാം. അത് ഏത് ആയുധമാണെന്ന് ലാബ് എക്സ്പേർട്ടുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മുറിവിനുൾഭാഗം ചതഞ്ഞതുപോലെയാണ്. ഇരുമ്പ് സാധനം കൊണ്ടുള്ള മുറിവാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. സർ, നമുക്ക് കിട്ടിയ ആയുധം. യാസർ അഹമ്മദ് പകുതിക്ക് നിർത്തി. യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. തമ്പുരാൻ നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതിൽ സിദ്ധാർത്ഥനെ കുത്താൻ കൊലയാളികൾ ഉപയോഗിച്ച പിരിഞ്ഞ ആയുധമുണ്ടായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, ഫോറൻസിക് ലാബിലേക്ക് അയക്കാനുള്ളതാ. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ചില ക്ലാരിഫിക്കേഷൻ തരണം എന്ന് തോന്നി. തമ്പുരാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. കീബോർഡിൽ വിരലുകൾ അതിദ്രുതം ചലിച്ചു. പിന്നെ അത് അവർക്ക് നേരെ തിരിച്ചു വെച്ചു. സ്ക്രീനിൽ അവർ ഒരു മാനിന്റെ ചിത്രം കണ്ടു. അതിന് 2 പിരിയൻ ഒറ്റ കൊമ്പുകൾ. ഒരു കൊമ്പിലേക്കും മുന്നിലിരിക്കുന്ന ആയുധത്തിലേക്കും അവർ മാറി മാറി നോക്കി. ചില സംശയം തോന്നിയ ഞാൻ ഈ ആയുധത്തിന്റെ ചിത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കി. അപ്പോൾ ഈ ആയുധത്തിന്റെ ഉത്തരം കിട്ടി. ശിങ്കാര ഡിയറിന്റെ കൊമ്പ്. ഈ മാനിന്റെ സ്വദേശം ഗുജറാത്തിലെ ഗീർവനമാണ്. നമ്മുടെ ചില മൃഗശാലകളിലും ഇവയെ കാണാം. പിന്നെയുള്ള പ്രധാന അറിവ് പാകിസ്ഥാനിൽ ധാരാളമായി ഈ മാനിനെ വിൽക്കാറുണ്ട് എന്നതാണ്. തമ്പുരാൻ വിശദീകരിച്ചു. സർ, യു മീൻ? യാസർ അഹമ്മദിന്റെ കണ്ണുകൾ കോർത്തു. യെസ്. ഒന്നുകിൽ ഇതിനൊരു രാജ്യാന്തര ബന്ധമുണ്ടാകണം, അതല്ലെങ്കിൽ തീവ്രവാദ ബന്ധവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മൃഗശാലകളിൽ നിന്നൊന്നും ചത്തമാനിന്റെ കൊമ്പ് വിൽക്കപ്പെട്ടിട്ടില്ല. നിക്സൺ പോളും സോളാർ ശങ്കറും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. കാര്യങ്ങൾ തങ്ങൾ കരുതുന്നതിനേക്കാളും അപ്പുറത്തേക്ക് പോവുകയാണ്. അവരുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് തമ്പുരാന്റെ ശബ്ദം വീണ്ടും. ഇന്ത്യയിൽ ഒരിടത്തും ഇതുകൊണ്ടുള്ള ഒരു മർഡർ ക്ലാരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മർഡറുകൾ നടന്നിട്ടുണ്ടാവാം. അതാണ് ഇതുപയോഗിക്കുന്നവരുടെ വിജയവും. സർ, ഇനി നമ്മൾ? യാസർ അഹമ്മദ് മുന്നോട്ടാഞ്ഞിരുന്നു. അതിനാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. IG-യുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതിനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്ലാൻ ചെയ്യാൻ. ഞാനും യാസറും നിക്സണും ശങ്കറും പിന്നെ കുമാരനും ഇരിക്കട്ടെ. എന്താ? സർ, അവർ സമ്മതിച്ചു. ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഡീറ്റെയിലും നമ്മൾ അല്ലാതെ മറ്റാരുമായി ഷെയർ ചെയ്യാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ക്വിക്ക് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, അതായിരിക്കണം നമ്മുടെ രീതി. സർ, ദെൻ ടേക്ക് ദാറ്റ് ഐഡോൾ. സിദ്ധാർത്ഥന് നൽകിയ മാർബിൾ പ്രതിമ, ഒപ്പം കുമാരന്റെ കൈവശം ഇരിക്കുന്നതും. ബാക്കി പിന്നീട് തീരുമാനിക്കാം. ഷാർപ്പ് 3:30 ആഫ്റ്റർനൂണിന് ഇവിടെ വെച്ച്. ഓക്കെ? ഓക്കെ സർ. ആ സംഘം എഴുന്നേറ്റു. തമ്പുരാനെ സല്യൂട്ട് ചെയ്തു. സിദ്ധാർത്ഥന്റെ വീട്. കമലത്തിനും പെൺമക്കൾക്കും ഒപ്പം വിസ്മയയും വസുമതിയും ഉണ്ടായിരുന്നു. വീണ്ടും ഒരു മരണം നടന്നതുപോലെ ആ വീട് നിശബ്ദമായിരുന്നു. സിദ്ധാർത്ഥനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. വിസ്മയുടെ കണ്ണുകൾ ഏതു നിമിഷവും പെയ്യാൻ പാകത്തിൽ തുളുമ്പി നിൽക്കുകയാണെന്ന് കാജലിന് തോന്നി. എന്താ വസുമതി, ഈ കുടുംബത്തിന് മാത്രം ഇങ്ങനെ? ഒന്നിനു പിന്നാലെ ഒന്നായി. അവന്റെ അച്ഛന്റെ ചിത മൂടുന്ന നേരത്തെങ്കിലും സിദ്ധാർത്ഥൻ വരില്ലേ കർമ്മങ്ങൾ ചെയ്യാൻ? കമല ഒന്ന് തേങ്ങി.
വസുമതി അവരെ ആശ്വസിപ്പിച്ചു. ഒക്കെ ശരിയാവും കമലം, സിദ്ധാർത്ഥൻ വരും, കാര്യങ്ങളൊക്കെ തെളിയും. അവരങ്ങനെ പറഞ്ഞു നിർത്തിയ സമയത്ത് പുറത്ത് ഒരു വാഹനത്തിന്റെ ഇരമ്പം കേട്ടു. ഏവരും ആകാംക്ഷയോടെ പുറത്തേക്ക് എത്തി നോക്കി. കാറ്റുപോലെ വന്ന ഒരു പോലീസിന്റെ വെളുത്ത ബൊലീറോ ചരലുകൾക്ക് മീതെ ബ്രേക്ക് ഇട്ടു. പോലീസ്! രാധിക പിറുപിറുത്തു. ബൊലീറോയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഡിവൈഎസ്പി യാസിർ അഹമ്മദാണ്. കൂടെ ഇൻവെസ്റ്റിഗേഷൻ ടീം. കൂട്ടത്തിൽ കുമാറിനെ കൂടി കണ്ടപ്പോൾ അവർക്കല്പം ആശ്വാസം തോന്നി. യാസിർ അഹമ്മദും സംഘവും അകത്തേക്ക് ചെന്നു. എല്ലാവരും എഴുന്നേറ്റു. അഹമ്മദിന്റെ കണ്ണുകൾ മുറിയാകെ വട്ടം ചുറ്റി. സിദ്ധാർത്ഥൻ വിളിച്ചിരുന്നു അല്ലേ? അയ്യോ ഇല്ല സർ. കമലം കണ്ണു മിഴിച്ചു. ഒരു പ്രതിമ പോലീസ് അവന് കൈമാറിയിരുന്നല്ലോ. ചന്ദ്രശേഖരന്റെ കാറിൽ നിന്ന് കിട്ടിയത്. അതെവിടാ? വിസ്മയുടെ നെഞ്ചൊന്നാളി. അത് എന്റെ കയ്യിലാണ് സർ. എടുത്തുകൊണ്ടുവരൂ. പറഞ്ഞത് സോളാർ ശങ്കറാണ്. അതെന്റെ വീട്ടിലാണ് സർ. നിന്റെ വീട് എവിടെയാ? ബസ് സ്റ്റാൻഡിനപ്പുറത്ത്. വേഗം വേണം. വിസ്മയ അപ്പോൾ തന്നെ കായൽ തീരത്തെ കുറുക്കുവഴിയിലൂടെ വീട്ടിലേക്ക് പോയി. അലമാരയിൽ ഭദ്രമായി വെച്ചിരുന്ന പ്രതിമയെടുത്തു. എന്റെ കൃഷ്ണ! അവൾ ആ പ്രതിമയുടെ ചുവട് ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി ആശ്വാസത്തോടെ തിരിഞ്ഞു. പിന്നെ അവൾ പ്രതിമയുമായി തിരിച്ചോടി. അത് കയ്യിൽ വാങ്ങിയ യാസിർ അഹമ്മദ് തിരിച്ചും മറിച്ചും നോക്കി. ഈ പ്രതിമ എന്തിനാ സിദ്ധാർത്ഥൻ നിനക്ക് തന്നത്? അവനല്ല, ഞാനാണ് സാർ അവൾക്ക് കൊടുത്തത്, കമലം അറിയിച്ചു. എന്തിന്? സിദ്ധാർത്ഥന്റെ ഭാര്യയാകേണ്ട പെണ്ണാ ഇവള്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇവൾക്ക് കൊടുക്കാൻ ഇതെങ്കിലും ആവട്ടെ എന്ന് കരുതി. യാസിർ അഹമ്മദ് അമർത്തി മൂളി. നിക്സൺ പോൾ ഓരോരുത്തരുടെയും ഭാവം ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അയാൾ വിസ്മയോട് തിരക്കി. നിനക്ക് ഈ പ്രതിമയിൽ നിന്നൊരു സാധനം കിട്ടിയില്ലേ? സാധനമോ? അവൾ കിടുങ്ങി. എന്ത് സാധനം? അവൾ പെട്ടെന്ന് ഭാവം മാറ്റി. പ്രതിമയിൽ നിന്ന് എന്ത് കിട്ടാനാണ് സർ? നിക്സൺ പോൾ അതിന് മറുപടി പറഞ്ഞില്ല. കുമാരന്റെ മുഖത്ത് ദൈന്യത തളം കെട്ടിയിരുന്നു. ചന്ദ്രശേഖരന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. പെട്ടെന്നോർത്തതുപോലെ നിക്സൺ പോൾ കമലത്തോട് പറഞ്ഞു. ഫോട്ടോ? അവർ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ അകത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ആൽബത്തിൽ നിന്ന് ഇളക്കി തിക്കിയെടുത്ത ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കയ്യിൽ. നിക്സൺ പോൾ അത് വാങ്ങി നോക്കി. ചന്ദ്രശേഖരന്റെ കുടുംബ ഫോട്ടോ. ഹൗസ് വാമിംഗ് സമയത്ത് എടുത്തത്. അയാളത് യാസിർ അഹമ്മദിനെ ഏൽപ്പിച്ചു. പോലീസ് സംഘം മടങ്ങിപ്പോകും വഴിക്ക് കുമാറിന്റെ വീട്ടിൽ കയറി മുരുകന്റെ മാർബിൾ പ്രതിമയും എടുത്തു. സമയം 3:30. SP ഓഫീസ്. 2 പ്രതിമകളും വാങ്ങി മാറി മാറി നോക്കി തമ്പുരാൻ IPS. പിന്നെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് എടുത്ത് സൂക്ഷ്മമായി പ്രതിമകൾ പരിശോധിച്ചു. അവയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരുന്ന ഒരു പേര് കണ്ടു. തിരുപ്പത്തൂർ ഡാവിഞ്ചി. തമ്പുരാന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. പ്രതിമകൾ ഉണ്ടാക്കിയത് തിരുപ്പത്തൂരുകാരനാണ്. കാറും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയതായി പരാതി കൊടുത്തിരിക്കുന്നയാളും തിരുപ്പത്തൂർക്കാരനാണ്. തീർച്ചയായും തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് വിലപ്പെട്ടത് പലതും കിട്ടിയേക്കും. യാസിർ, ഗെറ്റ് റെഡി. നിങ്ങൾ ഉടൻ തമിഴ്നാടിന് പോകണം. സർ, തമിഴ്നാട് പോലീസിൽ നിന്ന് സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം മോഷണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിട്ട് പോലും അവർ ഇതുവരെ തന്നിട്ടില്ല. പരാതിക്കാർ വിദേശത്തേക്ക് പോയി എന്ന അത് മാത്രമാണ് അവരുടെ മറുപടി. സർ, നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഞാൻ ഇടയ്ക്കിടെ തന്നുകൊണ്ടിരിക്കാം. അവർ എഴുന്നേറ്റു. അറ്റൻഷനായി. രാത്രി 10:30. മധുര. ആരപ്പാളയം ബസ് സ്റ്റാൻഡ്. തേനിയിൽ നിന്ന് വന്ന PRP സൂപ്പർ ഡീലക്സ് ബസ്സിൽ നിന്ന് സിദ്ധാർത്ഥൻ ഇറങ്ങി. തോളിൽ കിടന്നിരുന്ന ബാഗ് ഒന്ന് ഇളക്കിയിട്ടിട്ട് ചുറ്റും നോക്കി. ഉറക്കമില്ലാത്ത നഗരം. ആ നേരത്തും നാനാഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ. നിറയെ ആളുകൾ. എങ്ങും പകൽ പോലെ വെളിച്ചം. കലപില തമിഴ് സംസാരങ്ങൾ. അവൻ ഒരു തുവർത്തെടുത്ത് തൊലയിലൂടെ ഇട്ടു. ഇടത് കൈപ്പത്തിയിൽ ഒരു കോട്ടൺ ചുറ്റി കെട്ടിയിട്ടുണ്ട്. കൈ അനക്കുമ്പോൾ പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന. വല്ലാത്ത വിശപ്പ് തോന്നി. സ്റ്റാൻഡിൽ ഉന്തുവണ്ടികളിൽ കച്ചവടം നടത്തുന്ന ധാരാളം പേർ. അവൻ അവിടെ ചെന്ന് കണ്ടു. ഒരു തമിഴ് സ്ത്രീയും സുന്ദരികളായ 2 യുവതികളും അവിടെ നിന്നു. പുഴുങ്ങിയ ചോളക്കുലകൾ കടിച്ചു തിന്നുകയാണ്. ചായ. അവൻ കടക്കാരനോട് പറഞ്ഞു. അയാൾ ചായ നൽകിയിട്ട് തിരക്കി. സർ, എന്നെ ചാപ്പിടറെങ്കേ? അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പേരറിയാത്ത ഒരുപാട് സാധനങ്ങൾ വണ്ടിയിലുണ്ട്. ദോശ പോലെ കട്ടിയുള്ള ഒരു സാധനത്തിലേക്ക് അവൻ കൈ ചൂണ്ടി. ഊത്തപ്പം എടുക്കവാ സാർ? അയാൾ ഒരു പാത്രത്തിൽ ഊത്തപ്പം എടുത്തു കൊടുത്തു.
പ്ലേറ്റ് ബെഞ്ചിൽ വെച്ചിട്ട് അവനും ഇരുന്നു. ഒരിറക്ക് ചായ കുടിച്ചു നോക്കി. കട്ടിപ്പാലിന്റെ രുചി. പെട്ടെന്ന് തന്റെ പിന്നിൽ ആരോ മലയാളം പറയുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കിടുങ്ങിപ്പോയി. വിറയലിൽ ചൂട് ചായ അവന്റെ കാലുകളിലേക്ക് തുളുമ്പി വീണു. പൊടുന്നനെ സിദ്ധാർത്ഥൻ ചായ ഗ്ലാസ് ബെഞ്ചിൽ വെച്ചു. പിന്നെ ജഡിതിയിൽ തലയിലെ തുവർത്ത് അല്പം കൂടി മുന്നോട്ട് വലിച്ചിട്ടു. തന്റെ ഹൃദയതാളം വല്ലാതെ മുറുങ്ങിയിരിക്കുന്നത് സിദ്ധാർത്ഥൻ അറിഞ്ഞു. അവൻ ഇടം കണ്ണിട്ട് പിന്നിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. പിന്നിലെ കടയുടെ ബെഞ്ചിലിരിക്കുന്ന മലയാളികൾ: ഡിവൈഎസ്പി യാസിർ അഹമ്മദ്, SI സോളാർ ശങ്കർ, നിക്സൺ പോൾ, പിന്നെ കുമാരൻ സർ. അയ്യാ, 4 ചായ, യാസിർ അഹമ്മദ് കടക്കാരനോട് പറഞ്ഞു. സാറിന് തമിഴ് അറിയുമോ? നിക്സൺ പോൾ തിരക്കി. എവിടുന്ന്? അയാൾ ചിരിച്ചു. പക്ഷേ ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലാകും കേട്ടോ. പിന്നെ നാക്കധികം വളയ്ക്കാതെ പറഞ്ഞാൽ അത് തമിഴായിക്കോളുമടോ. കടക്കാരൻ കൊടുത്ത ചായ അവർ ഊതി കുടിക്കാൻ തുടങ്ങി. താൻ കഴിക്കാതിരുന്നാൽ അത് മറ്റുള്ളവർക്ക് സംശയത്തിനിട നൽകും. സിദ്ധാർത്ഥൻ തിടുക്കത്തിൽ ഊത്തപ്പം മുറിച്ചു തുടങ്ങി. അപ്പോൾ അവന്റെ കൈവിരലുകൾ വല്ലാതെ വിറകൊണ്ടു. തന്നെ ഇവർ കാണുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. എന്നാൽ കഴിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ. വിശപ്പൊക്കെ എപ്പോഴോ ചത്തുപോയിരുന്നു. മുന്നിൽ നിന്നിരുന്ന യുവതികളിൽ ഒരാൾ അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവന്റെ ശ്രദ്ധ മുഴുവൻ പിന്നിലിരിക്കുന്നവരിലും. ഈ രാത്രി ഇനി നമുക്ക് തിരുപ്പത്തൂരിന് പോകണോ സർ? സോളാർ ശങ്കർ യാസിർ അഹമ്മദിനെ നോക്കി. പിന്നെ പോകാതെ. അല്ല, ഇവിടെ ഒരു ലോഡ്ജിലോ മറ്റോ കഴിഞ്ഞിട്ട് രാവിലെ. വേണ്ടടോ, ലോഡ്ജൊക്കെ അവിടെയും കാണും. ഇവിടെ നിന്നും 2 മണിക്കൂർ കഷ്ടിച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ. യാസിർ അഹമ്മദ് ചായ കുടിച്ചിട്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. രാത്രിയിൽ തന്നെ പോകുന്നതാ നല്ലത്. അവിടെ അടുത്ത് ദിരുഗോഷ്ഠിയൂറിൽ ഒരു ക്ഷേത്രം ഉണ്ട് പോലും, വിഷ്ണു ക്ഷേത്രം. കുമാരൻ പറഞ്ഞു. പറ്റുമെങ്കിൽ അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. ഓ, ഇതിനിടയ്ക്ക് താൻ അതും തിരക്കി അറിഞ്ഞോ? സോളാർ ശങ്കർ ചിരിച്ചു. എന്താണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? അവിടെ നിന്ന് നമുക്ക് മൺവിളക്കെടുക്കാൻ പോലും. ഉദ്ദേശിക്കുന്ന കാര്യം 3 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാ പറയുന്നത്. എങ്കിൽ താൻ ഒരു വിളക്കെടുക്കണം കുമാര. നിക്സൺ പോൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ഈ കേസ് തലവേദന ഉണ്ടാക്കാതെ എത്രയും വേഗം തെളിയിക്കപ്പെടട്ടെ. പിന്നെ കൈവിട്ടുപോയ സിദ്ധാർത്ഥനെയും എത്രയും വേഗം പിടികിട്ടട്ടെ. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥൻ ഉത്കടമായി ഒന്ന് കിടുങ്ങി. നിക്സൺ പോൾ പേഴ്സിൽ നിന്ന് പണം എടുത്ത് കടക്കാരന് കൊടുത്തു. പിന്നെ യാസിർ അഹമ്മദ് അരമിനിറ്റിനുള്ളിൽ സിദ്ധാർത്ഥൻ ചായ കുടിച്ചുകൊണ്ടിരുന്ന കടയിലെത്തി. ബെഞ്ച് ശൂന്യം. അയാളുടെ പുരുകം ചുളിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? പോയാച്ച്, കടക്കാരൻ പറഞ്ഞു. എവിടേക്ക്? തെരിയാതെ സർ. കടക്കാരനും ചുറ്റും നോക്കി. സിദ്ധാർത്ഥനെ കണ്ടില്ല. 2 ബസ്സുകൾ ആ നേരത്തെ പുറത്തേക്ക് പോവുകയും ചെയ്തു. യാസിർ അഹമ്മദ് വിശാലമായി ബസ് സ്റ്റാൻഡിന്റെ: ഈ രാത്രി ഇനി നമുക്ക് തിരുപ്പത്തൂരിന് പോകണോ സർ? സോളാർ ശങ്കർ യാസിർ അഹമ്മദിനെ നോക്കി. പിന്നെ പോകാതെ. അല്ല, ഇവിടെ ഒരു ലോഡ്ജിലോ മറ്റോ കഴിഞ്ഞിട്ട് രാവിലെ. വേണ്ടടോ, ലോഡ്ജൊക്കെ അവിടെയും കാണും. ഇവിടെ നിന്നും 2 മണിക്കൂർ കഷ്ടിച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ. യാസിർ അഹമ്മദ് ചായ കുടിച്ചിട്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. രാത്രിയിൽ തന്നെ പോകുന്നതാ നല്ലത്. അവിടെ അടുത്ത് ദിരുഗോഷ്ഠിയൂറിൽ ഒരു ക്ഷേത്രം ഉണ്ട് പോലും, വിഷ്ണു ക്ഷേത്രം. കുമാരൻ പറഞ്ഞു. പറ്റുമെങ്കിൽ അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. ഓ, ഇതിനിടയ്ക്ക് താൻ അതും തിരക്കി അറിഞ്ഞോ? സോളാർ ശങ്കർ ചിരിച്ചു. എന്താണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? അവിടെ നിന്ന് നമുക്ക് മൺവിളക്കെടുക്കാൻ പോലും. ഉദ്ദേശിക്കുന്ന കാര്യം 3 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാ പറയുന്നത്. എങ്കിൽ താൻ ഒരു വിളക്കെടുക്കണം കുമാര. നിക്സൺ പോൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ഈ കേസ് തലവേദന ഉണ്ടാക്കാതെ എത്രയും വേഗം തെളിയിക്കപ്പെടട്ടെ. പിന്നെ കൈവിട്ടുപോയ സിദ്ധാർത്ഥനെയും എത്രയും വേഗം പിടികിട്ടട്ടെ. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥൻ ഉത്കടമായി ഒന്ന് കിടുങ്ങി. നിക്സൺ പോൾ പേഴ്സിൽ നിന്ന് പണം എടുത്ത് കടക്കാരന് കൊടുത്തു. പിന്നെ അവർ 4 പേരും സിദ്ധാർത്ഥന്റെ അടുത്തുകൂടി തന്നെ പുറത്തേക്ക് നടന്നു. കേരളത്തിലാണെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മാനത്ത് നോക്കി നിൽക്കണം. ഇവിടെ കണ്ടോ, എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ. യാസിർ അഹമ്മദ് പറയുന്നത് അവൻ കേട്ടു. ടിക്കറ്റ് ചാർജാണെങ്കിൽ കേരളത്തിന്റെ ഇതിൽ നിന്ന് പകുതി മാത്രം. റോഡിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ബലോറയിൽ അവർ കയറുന്നത് കണ്ടപ്പോഴാണ് സിദ്ധാർത്ഥന് ശ്വാസം നേരെ വീണത്. സർ, അപ്പുറം എന്നെ വേണം? കടക്കാരൻ തിരക്കി. ഒന്നും വേണ്ട. അവൻ എഴുന്നേറ്റ് കൈ കഴുകി. പിന്നെ പണം നൽകി. വേഗം അവിടെ നിന്ന് മാറി. ബൊലേറോ മുന്നോട്ട് നീങ്ങിയതേയുള്ളൂ. നിക്സ, വണ്ടി നിർത്ത്, യാസിർ അഹമ്മദ് പെട്ടെന്ന് പറഞ്ഞു.
അയാൾ കാര്യം മനസ്സിലാക്കാതെ വണ്ടിയുടെ ബ്രേക്ക് അമർത്തി. ഡോർ തുറന്ന് യാസർ അഹമ്മദ് റോഡിലേക്ക് ഇറങ്ങി. വീണ്ടും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് നടന്നു. അതിനിടെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട. യാസിർ അഹമ്മദ് അരമിനിറ്റിനുള്ളിൽ സിദ്ധാർത്ഥൻ ചായ കുടിച്ചുകൊണ്ടിരുന്ന കടയിലെത്തി. ബെഞ്ച് ശൂന്യം. അയാളുടെ പുരുകം ചുളിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? പോയാച്ച്. കടക്കാരൻ പറഞ്ഞു. എവിടേക്ക്? തെരിയാതെ സർ. കടക്കാരനും ചുറ്റും നോക്കി. സിദ്ധാർത്ഥനെ കണ്ടില്ല. 2 ബസ്സുകൾ ആ നേരത്തെ പുറത്തേക്ക് പോവുകയും ചെയ്തു. യാസിർ മുഹമ്മദ് വിശാലമായി ബസ് സ്റ്റാൻഡിലൊന്ന് കണ്ണോടിച്ചു. ഒരിടത്തുമില്ല ആ മനുഷ്യൻ. ഛേ! അയാൾ തിരികെ ചെന്ന് ജീപ്പിൽ കയറി. പോകാം. എന്താ സാറേ? സോളാർ ശങ്കർ ആരാഞ്ഞു. അല്ല, എനിക്കൊരു സംശയം. അയാൾ ഒന്നുകൂടി പുറത്തേക്ക് നോക്കി. നമ്മൾ ചായ കുടിക്കുമ്പോൾ അടുത്ത കടയിലെ ബെഞ്ചിൽ ഒരാൾ ഇരുന്നില്ലേ? അത് സിദ്ധാർത്ഥനായിരുന്നോന്ന്. എന്നിട്ട്? കണ്ടില്ല. യാസിർ അഹമ്മദ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. സംശയം തീരാഞ്ഞതുപോലെ. സമയം രാത്രി 11 മണി. സിദ്ധാർത്ഥന്റെ വീട്. ഒരു മുറിയിലായിരുന്നു കമലവും പെൺമക്കളും. വേറെ മുറികളിൽ കിടക്കാനിപ്പോൾ അവർക്ക് പേടിയാണ്. നേരം ഇത്രയായിട്ടും ആരും ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് പുറത്ത് കരിയിലകൾ ഞെരിഞ്ഞമരുന്നത് പോലെയുള്ള ശബ്ദം. ആരൊക്കെയോ അവിടെയുണ്ടെന്ന് അവർക്ക് തോന്നി. പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. മുറിയിൽ അതിന്റെ നീല വെളിച്ചം മിന്നി. മൂവരും നിശബ്ദതയിൽ ആ ശബ്ദം കേട്ട് ഒന്ന് ഞെട്ടി. ഏട്ടനായിരിക്കും. കാജൽ ചാടി എഴുന്നേറ്റു. ടീപ്പോയിൽ ഇരുന്ന ഫോൺ എടുത്ത് നമ്പർ നോക്കി. അപരിചിതമായ നമ്പർ. എടുക്കണോ? അവൾ ഒന്ന് ആലോചിച്ചു. പിന്നെ ഓർത്തു, ഏട്ടൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിലോ? അവൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഫോൺ സിദ്ധാർത്ഥൻ ഒന്ന് കൊടുക്ക്. ഒരു കനത്ത ശബ്ദം. ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. അവൾ പതറിയ ശബ്ദത്തിൽ പറഞ്ഞു. എവിടെ പോയി? അറിയില്ല. കള്ളം പറയരുത്. അല്ല, സത്യം. ശരി, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. കോൾ കട്ടായി. ആരായിരുന്നു മോളെ? കമലം എഴുന്നേറ്റിരുന്നു. അറിയില്ലമ്മേ. കാജലിന് കരച്ചിൽ വന്നു. ഏട്ടനെ ആർക്കൊക്കെയോ വേണം. കമലത്തിന്റെ ഇടനെഞ്ചൊന്ന് പിടഞ്ഞു. അടുത്ത നിമിഷം വീടിനെ ഒരിക്കൽ കൂടി നടുക്കിക്കൊണ്ട് കോളിംഗ് ബെൽ കരഞ്ഞു. രാധികയും കമലവും ചാടി എഴുന്നേറ്റു. ബെൽ നിന്നു. പിന്നെ വീണ്ടും കരഞ്ഞു. ഭീതിയോടെ രാധികയും കമലവും കെട്ടിപ്പിടിച്ചു. നമുക്ക് വാതില് തുറക്കണ്ട അമ്മേ, കാജൽ പറഞ്ഞു. ഇനി സിദ്ധു ആണെങ്കിലോടി? അതിനും ഒരു സാധ്യതയുണ്ടാവാം. അവർ സിറ്റിംഗ് റൂമിലേക്ക് നീങ്ങി. അവിടത്തെ ലൈറ്റ് തെളിച്ചു. വീണ്ടും ബെൽ ശബ്ദിച്ചു. ആരാ? കമലം ധൈര്യം സംഭരിച്ചു. ഞാനാണ് കമലം. പരിചയമുള്ള ഒരു ശബ്ദം പുറത്തു കേട്ടു. പക്ഷേ വ്യക്തമായില്ല. എന്തായാലും ശത്രുവല്ലെന്ന് ഉറപ്പാണ്. പുറത്ത് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുകയുമാണ്. കമലം ജനൽപ്പാളി അല്പം തുറന്നു നോക്കി. ആളിനെ കണ്ടു. ശുക്രൻ സ്വാമി. അവർ വേഗം വാതിൽ തുറന്നു. ഉറക്കത്തിലായിരുന്നു അല്ലേ? ശുക്രൻ മൂവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ഉറക്കം. കമലം വിഷാദത്തിൽ പുഞ്ചിരിച്ചു. അവനെന്തിയെ സിദ്ധു? അയാൾ തോൾ സഞ്ചി ടീപ്പോയിൽ വെച്ചിട്ട് കാവി ഷർട്ട് ഒന്നിളക്കിയിട്ടു. പിന്നെ ഇരുന്നു. അവന് കാത്തിരിക്കിയ ശുക്രേട്ടാ ഞങ്ങളും. കമലം ഭിത്തിയിൽ ചാരി നിന്നു. ശുക്രന്റെ പുരികം ചുളഞ്ഞു. മനസ്സിലായില്ല. ഏതാനും വാക്കുകളിൽ രാധികയാണ് കാര്യം പറഞ്ഞത്. ഛേ! അയാൾ തല കുടഞ്ഞു. ഞാൻ വന്നത് വെറുതെയായല്ലോ. എന്തായിരുന്നു അങ്കിളെ കാര്യം? രാധിക ആരാഞ്ഞു. ഇനി പറഞ്ഞിട്ട് എന്താ മോളെ? ചന്ദ്രശേഖരനോ പോയി. നിങ്ങൾ ജീവിതത്തിൽ ഒരു താളം കണ്ടെത്തിക്കോട്ടെ എന്ന് കരുതിയ സിദ്ധുവിനൊരു ജോലിക്കാരെ ഞാൻ ശരിയാക്കിയത്. പക്ഷേ അവനില്ലാതെ. അയാൾ താടി തടവി. ജോലിയോ? എവിടെ? കമലം ആകാംക്ഷാഭരിതയായി. ഇത്തിരി അകലെയാ, രാമേശ്വരത്ത്. അവിടത്തെ ക്ഷേത്രോപദേശക സമിതിയിൽ എനിക്കല്പം അടുപ്പമുണ്ടെന്ന് വെച്ചു. ഇവിടെ നിന്ന് മടങ്ങിയ ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത്. സിദ്ധുവിന്റെ ജോലിക്കാരെ ഞാൻ അവിടെ ചിലരുമായി സംസാരിച്ചു. ഒരു ധാരണയിലെത്തുകയും ചെയ്തു. മാസം 10-12,000 രൂപയെ കിട്ടത്തുള്ളൂ. ശുക്രൻ വിശദീകരിച്ചു. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അത് മോശമല്ലാത്ത ഒരു തുക തന്നെയാ ശുക്രേട്ടാ, കമലൻ തുറന്നു പറഞ്ഞു. വഴിയറിയാതെ നാൽക്കവലയിൽ പകച്ചു നിൽക്കുന്നത് പോലെയാ ഞങ്ങളിപ്പോൾ. ചോദിക്കാനും മാർഗനിർദ്ദേശം നൽകാനും ആരുമില്ല ഞങ്ങൾക്ക്. കാജൽ ചെന്ന് വീണ്ടും വാതിലും ജനലും അടച്ചു. ഞങ്ങളെയും കൊല്ലാൻ ആരെങ്കിലും ഇരുട്ടിൽ പതുങ്ങി നിൽപ്പുണ്ടാവും. ശുക്രൻ കാജലിനെ നോക്കി ഒരു നിമിഷം ഇരുന്നു. ഞാൻ കരുതി ഇതിനേക്കാൾ മോശമാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് മനസ്സിലായി. അയാൾ ദീർഘനിശ്വാസം വിട്ടു. ആട്ടെ, സിദ്ധു എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് എന്തെങ്കിലും സൂചന? ഒന്നുമില്ല. അവനൊന്ന് വിളിക്കുക കൂടി ചെയ്തിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു ഉൾഭീതിയാ ശുക്രേട്ടാ. അവൻ ശേഖരേട്ടന്റെ കടുക്കനുകൾ കാതിലിട്ട നിമിഷം മുതൽ
അവന്റെ കണ്ണുകളിൽ മറഞ്ഞു കിടന്നിരുന്ന പകയുടെ തിരയിളക്കം ഞാൻ കണ്ടതാ. അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല കമലം. കൊല്ലപ്പെട്ടത് അവന്റെ അച്ഛനല്ലേ? ശുക്രൻ തലയിളക്കി. അപ്പോൾ രാധിക പറഞ്ഞു, ഏട്ടൻ ഇനി അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്കോ മറ്റോ ആയിരിക്കുമോ പോയതെന്നാ എന്റെ സംശയം. ഏ? ശുക്രൻ ആവേശത്തോടെ തിരക്കി. അതെവിടെയാണെന്ന് അവനറിയാമോ? എങ്കിൽ ഞാനും അങ്ങോട്ട് പോകായിരുന്നു. അറിയില്ല. പക്ഷേ കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ അച്ഛൻ ഏട്ടനുമായി ഫോണിൽ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും സൂചന കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ശുക്രന്റെ മുഖം തെളിഞ്ഞു. എങ്കിൽ ഏത് സമയത്തെങ്കിലും അവൻ വിളിക്കുകയാണെങ്കിൽ ഉടനെ എന്നോട് പറയണം. അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. അവന്റെ ജോലിക്കാര്യവും ശരിയാക്കാം. ഈ അവസ്ഥയിൽ അവൻ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. ശുക്രൻ പോക്കറ്റിൽ നിന്ന് വില കുറഞ്ഞ ഒരു മൊബൈൽ ഫോൺ എടുത്തു. അതിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാജൽ അതൊരു കടലാസിൽ കുറിച്ചു വെച്ചു. ഇവിടുത്തെ വിവരങ്ങൾ വിളിച്ചു ചോദിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ച ഫോണാ ഇത്, ശുക്രൻ പറഞ്ഞു. കമലത്തിന് അയാളോട് വല്ലാത്ത അലിവ് തോന്നി. തന്റെയും ശേഖരേട്ടന്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ നേരത്തൊക്കെ തങ്ങളെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ശുക്രേട്ടൻ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ കമലം, രാവിലെ തന്നെ പോകാനുള്ളതാ. അയാൾ എഴുന്നേറ്റു. പെട്ടെന്ന് ശുക്രന്റെ ഫോൺ ശബ്ദിച്ചു. അതിലേക്ക് നോക്കിയ അയാളുടെ മുഖം ഒന്ന് വിളറി. ആ വിളർച്ചയോട് തന്നെ അയാൾ നിരാശയോടെ കമലത്തോട് പറഞ്ഞു, രാമേശ്വരത്തൂന്നാ. സിധുവിനെ നാളെ തന്നെ ജോലിക്ക് കയറ്റണം എന്നാ പറഞ്ഞിരുന്നത്. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാൾ ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. കമലം ഒരിക്കൽ കൂടി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സിധു എവിടെയായിരിക്കും? ആ നേരത്ത് മധുരയിൽ തന്നെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥൻ. ആരപ്പാളയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ലോഡ്ജിൽ, വസന്തൻ ലോഡ്ജ്. രാവേറെ ചെന്നിട്ടും റോഡിലൂടെ ചീറിക്കൊണ്ടിരുന്ന വാഹനങ്ങളിലേക്ക് നോക്കി ജനാലയ്ക്കൽ നിൽക്കുകയായിരുന്നു അവൻ. ചുണ്ടിലിരുന്ന ഒരു സിഗരറ്റ് എരിയുന്നുണ്ട്. എവിടെ തുടങ്ങണം താൻ? അതിനിതുവരെ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കണം. ഈ യാത്രയുടെ മുഖ്യ ലക്ഷ്യം തന്നെ അതാണ്. വീട്ടിൽ കഴിഞ്ഞിരുന്ന ഓരോ നിമിഷവും പകയുടെ കറുത്തു തെളിച്ച വെള്ളം മനസ്സിനുള്ളിൽ കുത്തിമറിയുകയായിരുന്നു. പക്ഷേ അത് താൻ പുറത്ത് പ്രകടിപ്പിച്ചില്ല എന്നു മാത്രം. അമ്മയ്ക്കോ വിസ്മയ്ക്കോ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇങ്ങനെയൊരു യാത്ര സാധ്യമായിരുന്നില്ല. എല്ലാറ്റിനും അനുകൂലമായിരുന്നു ആമ ഷാജിയുടെ വരവെന്ന് ഇപ്പോൾ തോന്നുന്നു. സിഗരറ്റിന്റെ തീ ചുണ്ടുപൊള്ളിക്കും എന്നായപ്പോൾ അവനത് ജനാലയിലൂടെ പുറത്തേക്ക് തുപ്പി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ലോഡ്ജിന്റെ മുറ്റത്ത് പതിഞ്ഞു. അവിടെ വന്ന് നിൽക്കുന്ന ഒരു ജീപ്പ്. അതിൽ നിന്ന് 4-5 പേർ ഇറങ്ങി. കിടുങ്ങിപ്പോയി സിദ്ധാർത്ഥൻ. അവരിൽ ഒരാളുടെ മുഖം അവൻ വ്യക്തമായി കണ്ടു. അവന്റെ ഇടതു കൈയിലെ മുറിവ് ഒന്ന് വിറച്ചു. തന്നെ കുത്തിയ മനുഷ്യൻ. ഈശ്വര, തന്നെ പിന്തുടർന്ന് അവർ ഇവിടെയും എത്തിയോ? ആരാണിവർ? മൽപിടുത്തത്തിനിടയിൽ തനിക്ക് കുത്തുകൊണ്ടത് കൈവെള്ളയിലാണെന്നവർ തിരിച്ചറിഞ്ഞോ? സിദ്ധാർത്ഥൻ പെട്ടെന്ന് ജനാലയടച്ചു. വാതിലിന്റെ ബോൾട്ടുകൾ ശരിക്കാണെന്ന് ഉറപ്പുവരുത്തി. അടുത്ത ഭാഗം നാളെ.